2025-26 കൊയ്ത്തുത്സവം നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുരളി പെരുന്നെല്ലി അവർ നടത്തുകയാണ്. ഒരു ഉത്സവമാണ്. കാരണം ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ നല്ലൊരു നെല്ല് വിളവ് കൊയ്തെടുക്കുന്നത്. കർഷകർക്ക് ഏറെ സന്തോഷം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നെല്ല് എടുക്കാനായിട്ട് കമ്പനിക്കാരെത്തിയിട്ടുണ്ട്. അവർ പായൽ കൊട്ടി ഉണക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൊതുവേ ഒരു നടപ്പിലാക്കി കഴിഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് ഇനി അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നെല്ല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി റോഡ് കവർ ചെയ്തുകൊണ്ട് 3-4 കൊല്ലമായി ഇങ്ങനെ റോഡ് കവർ ചെയ്തുകൊണ്ട് വെള്ളം റോട്ടിലേക്ക് പാടത്തേക്ക് കിടക്കുന്നൊരവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഒരു 600 ചാക്ക് മണ്ണിട്ടു. അതിനേലും മുന്നത്തെ കൊല്ലം ഒരു 600 ചാക്ക് മണ്ണിട്ട് കൊണ്ടാണ് താൽക്കാലികമായിട്ട് നമ്മളതിന് പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത്രയും കാലക്കുട്ടി ഫെബ്രുവരിയിൽ തന്നെ നമ്മൾക്ക് കൊയ്ത്ത് തുടങ്ങാനായിട്ട് കഴിഞ്ഞത്. സ്വാഗതം പറഞ്ഞ അശോകേട്ടൻ, പിന്നെ ഈ കൊയ്ത്തുത്സവോദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ MLA മുരളിയേട്ടൻ, കൃഷി ഓഫീസർ അടക്കമുള്ള പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു കർഷകരുടെ വലിയൊരു അധ്വാനമാണ് ഇന്നിവിടെ നിറവേറാൻ പോണത്. ഞാൻ അധികമൊന്നും പറയില്ല, അതിനു വേണ്ട ആൾക്കാർ ഇവിടെ സന്നിധരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഞാൻ ഈ കൊയ്ത്തുത്സവോദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൊയ്ത്തുത്സവത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ സലീല ടീച്ചർ, പിന്നെ പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് അശോകേട്ടൻ, സെക്രട്ടറി അശോകേട്ടൻ, നമ്മുടെ കൃഷി ഓഫീസർ എന്ന് പറഞ്ഞുള്ളൂ, രാജേഷ്, മറ്റ് പടവ് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് മെമ്പർമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, സുഹൃത്തുക്കൾ, അവർ കൃത്യം പറഞ്ഞത് എനിക്ക് കോളേജിൽ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ അടക്കമുള്ള പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ. വളരെ നേരത്തെ അശോകൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്സവം തന്നെയാണ് ഈ പടവിനെ സംബന്ധിച്ചിടത്തോളം. നല്ല വിളവ് ലഭിക്കുമെന്നാണ് പൊതുവെ നമുക്ക് പ്രതീക്ഷയുള്ളത്. കേരളത്തിലെ നെൽകൃഷി മേഖല മുൻകാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട് വളരെ നല്ല കരുതലോടുകൂടിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പും അതുപോലെ സർക്കാർ നല്ലപോലെ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ നമുക്ക് 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ച 30 രൂപ കർഷകന് ലഭിക്കുകയാണ്. പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ ഈ പടവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അശോകനെ സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. കാർഷിക മേഖല വളരെ വിപ്ലവകരമായൊരു മാറ്റമാണ് കേരളത്തിൽ നടന്നു വരുന്നത്. നെൽകൃഷി മാത്രമല്ല സമസ്ത മേഖലകളിലും ഗുണകരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അധ്യക്ഷ അതുപോലെ അശോകേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനും അധികം സംസാരിക്കുന്നില്ല, കാരണം പരിപാടിയിൽ പോകണമെന്നുള്ളതുകൊണ്ട്. ഏതായാലും ഈ പാടശേഖരം നമ്മുടെ മണ്ഡലത്തിലെ വളരെ നല്ല ഒരു പാടശേഖരം കുറേ പ്രാരാബ്ദങ്ങളും ശനിദേശമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഏതായാലും ശനിദേശമൊക്കെ കഴിഞ്ഞ് ഏറ്റവും നല്ലൊരു പടവായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനുള്ള നടപടിയിൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാടശേഖരത്തിൻ്റെ ഈ കൊയ്ത്തുത്സവത്തിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും, തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കൃഷി ഓഫീസറുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസ നേർന്നുകൊണ്ട് ഈ ഉത്സവത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലീജ ടീച്ചർ, അതുപോലെ തന്നെ ഈ പരിപാടി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA മുരളി പെരുന്നെല്ലി, അതുപോലെ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന അശോകൻ, അതുപോലെ കൃഷിഭവൻ ഓഫീസർ, പടവിൻ്റെ പ്രസിഡന്റ് അശോകേട്ടൻ, അതുപോലെ മറ്റ് കൃഷിക്കാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ. കൃഷിക്കാരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ 6 ദിവസമായിട്ട് വെള്ളം തുറന്നു വിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ കനാലുകളിൽ വെള്ളമില്ല. ഇപ്പോൾ കൊടയാട്ടി അതുപോലെയുള്ള മറ്റ് പടവുകളൊക്കെ കരിഞ്ഞുണങ്ങുന്നു എന്നുള്ള വിശേഷത്തിലാണ് ഇന്ന് നമ്മുടെ നല്ല പോക്ക്. പിന്നെ പറയണത് താറാവ് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് പാടശേഖരങ്ങൾ തുറന്നു വിടണമെന്നാണ് പറയണത്. അപ്പോൾ അതിന് കർശനമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവേണ്ടത് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കൃഷിക്കാരെ സംരക്ഷിക്കണം. കൃഷിക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അതിപ്പോൾ ഇന്ന് ചേനം പടവിൻ്റെ ഒരു വാർത്ത അന്ന് മനോരമയിൽ അതുപോലെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. 3 ദിവസത്തോളം നെല്ല് അവിടെ ഇരുന്നു. നെല്ലിരുന്ന് ലാസ്റ്റ് കൃഷിക്കാർ അവർ പറയുന്നതിന് 1.5% കിഴിവ് അനുവദിച്ചുകൊണ്ട് അത് കൊടുക്കാനായിട്ട് തീരുമാനിച്ച വാർത്തയാണ് ഇന്ന് പേപ്പറിൽ വന്നത്.
അതേ അവസ്ഥ തന്നെയാവും നമുക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ അശോകനോടും ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ കൃഷിക്കാരന് നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MLA, നമ്മുടെ അരുമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ, എല്ലാവർക്കും കർഷകർ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എന്താ പറയുക, കൃത്യസമയത്ത് ഈ പ്രാവശ്യം നമുക്ക് വിളവിറക്കാൻ പറ്റി, അതുപോലെ കൊയ്യാൻ പറ്റി. അതിന് നമ്മുടെ കർഷകർക്കും അതുപോലെ പടവ് ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ. കാരണം ഓരോ വർഷം നമ്മൾ കൃഷി ഇറക്കുമ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ കാലാവസ്ഥയായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്സ് കിട്ടാത്ത ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വെള്ളം കയറി പ്രശ്നം ഉണ്ടായി. നമുക്ക് വിളവിൽ ഒരുപാട് കർഷകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷേ ഈ വർഷമായപ്പോൾ നമുക്ക് കൃത്യസമയത്ത് ഇത്തിരി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ പല സോഴ്സിൽ നിന്ന് കണ്ടെത്തി കൃത്യസമയത്ത് വിളവിറക്കി നമുക്ക് നല്ലൊരു വിളവ് ആക്കിയത് ഇവിടുത്തെ കർഷകരുടെയും അതുപോലെ തന്നെ പടവ് ഭാരവാഹികളുടെയും കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ പ്രാവശ്യം നല്ല വിളവ് ലഭിച്ചിട്ട് അവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 17 പാടശേഖരങ്ങളാണുള്ളത്. ഇപ്പം 3-4 പാടശേഖരങ്ങൾ ഒഴിച്ച് മറ്റ് എല്ലാ പ്രദേശത്തും പാടശേഖരങ്ങളിലും കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചാലാടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തേക്കാൾ ഉപരി നല്ല രീതിയിലൊരു വിളവാണ് പല മേഖലയിലും നമ്മുടെ കർഷകർക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം കൊടയട്ടി പോലുള്ള വിളക്കുമാടം പോലുള്ള പ്രദേശങ്ങൾക്ക് ഒരു വലിയ വിഷയം. കാരണം 10-20 ദിവസമായി വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നടന്ന കോൾ അഡ്വൈസറിംഗ് കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം ചിമ്മിനി ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുകയും ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് രാവിലെ വരെ നല്ല രീതിയിൽ ഈ ചാലുകളിൽ വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ മുരളിയേട്ടൻ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, ഒരു ദീർഘമായ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ഒരുപാട് നാളത്തെ കഷ്ടതകൾ അനുഭവിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഇന്ന് കൊയ്തെടുക്കുകയാണ്. അത് ഏറ്റവും വലിയ വിളവായി കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കർഷകൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി അവർക്ക് 100 മേനി വിളവ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഏറ്റവും ബഹുമാനപ്പെട്ട മണലൂര് നിയോജക മണ്ഡലം ശ്രീ മുരളി പെരുന്നെല്ലി അവർക്ക് ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും കൃഷിക്കാർക്കും കർഷകർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.